ആരോഗ്യമേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് ഇന്നുവരെ വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടില്ലെന്ന് മന്ത്രി എം.പി. രാജേഷ്. വിജ്ഞാന കേരളം തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യവകുപ്പിനെതിരായ വിമർശനങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വിമർശിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ചെയ്ത കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് ഈ പ്രാധാന്യം എപ്പോഴെങ്കിലും കിട്ടിയോ? എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 2030 കൈവരിക്കേണ്ട SDG ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഈ പറഞ്ഞ പല ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലും ഇതിനകം കൈവരിച്ച ഏക സംസ്ഥാനമാണ് കേരളം. ഇപ്പോ അവര് രണ്ടുപേരെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എന്നേ ഉള്ളൂ. ബാക്കി ഞങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ 300 കോടി രൂപയുടെ പുതിയ കെട്ടിടം പണിയുന്ന വേളയിൽ അപകടം നടന്ന കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടായിരുന്നുവെന്നും വീഴ്ച ഉണ്ടായെങ്കിൽ സർക്കാർ പരിശോധിക്കുമെന്നും മുൻ മന്ത്രി തോമസ് ഐസക്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 6000 കോടി രൂപയെങ്കിലും ആരോഗ്യ മേഖലയിൽ കെട്ടിടങ്ങൾക്കും ഉപകരണങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ തോമസ് ഐസക് പറഞ്ഞു. മാത്രമല്ല, സർക്കാർ ആസ്പത്രിയിൽ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ കേരളം അല്ലാതെ വേറെവിടെങ്കിലും ഉണ്ട്. അപ്പോ ഇത് ചെയ്യുമ്പോഴും പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകളെ ഈ പെർസ്പെക്റ്റീവിൽ കാണണം. ആ പോരായ്മകൾ നികത്തണം. ആ ഫെയർ ക്രിറ്റിസിസം ഇസ് ഓൾവേസ് വെൽക്കം. ഓക്കെ, നിങ്ങൾ 6 നിലയോ ഉള്ള ഒരു 300 കോടി രൂപയുടെ പുതിയ കെട്ടിടം കോട്ടയത്ത് പണിയുന്നു. അപ്പോൾ ഇത് ആവശ്യമില്ലാതെ തീരുന്നു നിലവിൽ കെട്ടിടം. അത് പൊളിച്ചു മാറ്റേണ്ടതായിരുന്നു. ഈ പൊളിച്ചു മാറ്റില്ലെങ്കിൽ അത് ആരും കേറില്ലെന്ന് കർശനമായിട്ട് ഉറപ്പുവരുത്തേണ്ടത്. വീഴ്ച ഉണ്ടെങ്കിൽ വീഴ്ച പരിശോധിക്കണം. But don't damn the health department.